പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് അറബിക് വാർഷിക പരീക്ഷ 2025 വർഷത്തെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് 6 പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ നിർബന്ധമായി എഴുതണം, ബാക്കി 5 4 എഴുതണം. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നഖറഉൽ ഫിഖ്റ വനുജീബ് അനിൽ അസ്ഇല. പാരഗ്രാഫ് മുദക്കിറ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതായിരുന്നു അല്ലേ. ആദ്യത്തെ പാരഗ്രാഫ് എന്താണ്? അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് അല്ലേ. ഹുവ മുഹിയുദ്ദീൻ ബിൻ ഖൈറുദ്ദീൻ. ആരാണ്? മുഹിയുദ്ദീൻ ബിൻ ഖൈറുദ്ദീൻ ആണ്. ലുക്കിബ ബി അബുൽ കലാം. അദ്ദേഹം അബുൽ കലാം എന്നാണ് വിളിക്കപ്പെടുന്നത്. അബുൽ കലാം ഉലിദ ഫി 11 നവംബർ 1888 നവംബർ 11 ജനിച്ചു. ഫി മക്കത്തുൽ മുക്കറം, മക്കയിൽ. കാന ഖതീബ മാഹിർ, അദ്ദേഹം ഒരു പ്രസംഗകനായിരുന്നു. കാമ ബി നഷ്റിൽ ഉലൂം ഫി അൻഹായിൽ, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അറിവ് വ്യാപിപ്പിച്ചു. ഖലാ ഹയാതഹു ലി തഅലീം അഹ്ലിൽ ഹിന്ദ്, ഇന്ത്യക്കാരെ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം ജീവിതം ചെലവഴിച്ചു. വലിദാലിക സമ്മാഹു മഹാത്മാഗാന്ധി ബി ഇമ്രാത്തൂരി തഅലീം, അതുകൊണ്ട് അദ്ദേഹത്തെ തഅലീമിന്റെ ചക്രവർത്തി, വിദ്യാഭ്യാസത്തിന്റെ ചക്രവർത്തി എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടു. കാന അവ്വൽ വസീർ തർബിയ തഅലീഫിൽ, ഹിന്ദിയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അല്ലഫ അദീദ മിനൽ കുതുബ്, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. മിൻഹ തർജുമാനുൽ ഖുർആൻ, അതിൽപ്പെട്ടതാണ് തർജുമാനുൽ ഖുർആൻ. വൽ ഹിന്ദു തനാലുൽ ഹുർ, 2 ബുക്കുകൾ. നഷറ ആസാദ് മജല്ലത്തുൽ ഹിലാൽ, അദ്ദേഹം ഹിലാൽ എന്ന എന്ത് പ്രസിദ്ധീകരിച്ചു? മാഗസിൻ പ്രസിദ്ധീകരിച്ചു. പിന്നെന്താ അദ്ദേഹം ചെയ്തത്? 1912 തൂഫിയ, എപ്പോഴാണ് മരിച്ചത്? അസാനി വൽ ഷിരീൻ 22 1958 മരിച്ചു. ഒന്നാമത്തെ ചോദ്യം, മാ ഇസ്മു വാലിദ് അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിന്റെ വാപ്പയുടെ പേരെന്താണ്? അല്ലെ, അപ്പൊ മുഹിയുദ്ദീൻ ബിൻ ഖൈറുദ്ദീൻ അല്ലേ, ഖൈറുദ്ദീയുടെ മകൻ. അപ്പൊ ഉത്തരം ഏതാ വരിക? ഖൈറുദ്ദീൻ ഉത്തരം വരിക. അടുത്തത്, മൻ നഷറ മജല്ലത്തുൽ ഹിലാൽ. ഹിലാൽ മാഗസിൻ പ്രസിദ്ധീകരിച്ചത് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഖൈറുദ്ദീൻ, അബുൽ കലാം ആസാദ്. അദ്ദേഹമല്ല പ്രസിദ്ധീകരിച്ചത് അബുൽ കലാം ആസാദ്. മിൻ മുഅല്ലഫ, അദ്ദേഹത്തിന്റെ രചനയാണ് എന്താൽ? അൽ ഹിന്ദു തനാലുൽ ഹുരിയ, ഇക്തിശാഫുൽ ഹിന്ദ്, അൽ കലാമുൽ ഫസീഹ്, തഫ്സീറുൽ ഖുർആൻ. ഏതാണ്? അൽ ഹിന്ദു തനാലുൽ ഹുരിയ. ബിമ സമ്മാഹു മഹാത്മാഗാന്ധി, എന്ത് പേര് വിട്ടിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് ഗാന്ധി? എന്ത് പേരായിരുന്നു? ഇമ്രാത്തൂർ തഅലീം കേട്ടോ. പിന്നെ മതാ തൂഫി അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ് എപ്പോഴാണ് മരിച്ചത്? ഈ ഇത്രയായിരുന്നു. ഓക്കെ, ഫെബ്രുവരി 22 1958 മരിച്ചു. അടുത്ത ചോദ്യം, നഖറ തർജമത്ത അഹമ്മദ് ഷൗക്കി വനുക്കമ്മിൽ ബയാനാത്ത് ഷഖ്സിയ. അഹമ്മദ് ഷൗക്കിയുടെ പ്രൊഫൈൽ വായിച്ചിട്ട് ബയാനാത്ത് സ്വീകരിപ്പിക്കാനാണ്. ഖാൻ അഹമ്മദ് ഷൗക്കി ഷായറ മിസ്രിയൻ. അഹമ്മദ് ഷൗക്കി ഒരു ഈജിപ്ഷ്യൻ കവിയാണ്. യുവത്തബുറമിൻ ആലമി ഷുറായിൽ അറബ് ഫിൽ അസൽ ഹദീസ്, ആധുനിക കാലത്തെ ഏറ്റവും മികച്ച അറബി ഷുറ കവികളിൽ ഒരാളാണ്. ഉലിദ ഫിൽ കാഹിർ, അദ്ദേഹം കെയ്റോയിൽ ജനിച്ചു 1867. ഖാന ഷായറിന അറബിയ, അറിയപ്പെട്ട ഒരു അറബി കവിയാണ്. ലുക്ക് ബി അമീർ ഷോറ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടുന്നത്. കെയ്റോയിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് മുഴുവൻ പേരെന്താ വരിക? അഹമ്മദ് ഷൗക്കി അല്ലേ. അത് നമ്മൾ ഇവിടെ 1 കേട്ടോ. ജിൻസിയ, അദ്ദേഹം ഒരു നാട്ടുകാരനാണ്. മിസ്രിയ അല്ലെ, മിസ്ർ എന്നാണ്. അപ്പൊ 2 ഇവിടെ മിസ്രിയ എന്ന് എഴുതാം കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ ആമുൽ മീലാദ്, ആമുൽ മീലാദ് എന്നാണ് വരിക. ആമുൽ മീലാദ്. പിന്നെ ലഖബ്, അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്താണ്? അമീർ ഷുറ കേട്ടോ. 3 ഇവിടെ. ആമുൽ വഫാത്ത്, മരിച്ച വർഷം 1932 4 കേട്ടോ. 4 ഇവിടെ. ഓക്കെ, അടുത്ത ചോദ്യം, നുലാഹിദുൽ ഫിഖ്റ വനുക്കുമലിൽ ജദുവൽ കമാഫിൽ മിസാൽ. പാരഗ്രാഫ് വായിച്ചിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ ഈ ചാർട്ട് അല്ലെങ്കിൽ ഇത് പൂരിപ്പിക്കാനാണ്. ജമീല ദാരിസ മുജ്തഹിദ്. ജമീല ഒരു മികച്ച വിദ്യാർത്ഥിയാണ്. തദ്റുസു ഫി സഫി സാബി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ലഹ അഖുൻ കബീറുൻ ഇസ്മുഹു ജാസിർ.
അദ്ദേഹത്തിന് ഒരു വലിയ സഹോദരനുണ്ട്, അവന്റെ പേര് ജാസിർ എന്നാണ്. യഅ്മൽ മുഹദ്ദിസ്, അയാൾ എഞ്ചിനീയറായി ജോലി ചെയ്യാണ്. ഫി ഷരിക്കത്തിന് അമേരിക്ക ഫി ദുബായ്, ദുബായിലെ ഒരു അമേരിക്കൻ കമ്പനിയിൽ. യൗമൻ ഇത്തസല ജമീല ബി ജാസിർ, ഒരു ദിവസം ജമീല ജാസിറിനെ കോണ്ടാക്ട് ചെയ്തു. അബറ ടെലിഫോൺ, ഫോൺ വഴി. അപ്പോൾ കാല തെലഹു, അവനോട് പറഞ്ഞു ഉരീദു അൻ അസൂറ ദുബായ്, എനിക്ക് ദുബായ് സന്ദർശിക്കണം. ജാസിർ പറഞ്ഞു എന്ത്, സാജി ഉലൽ ബൈത്ത് ഷഹർ താലി, ഞാൻ അടുത്ത മാസം വീട്ടിലേക്ക് വരും. വനർജുമാ ഇൻഷാ അല്ലാഹ്, നമുക്ക് ഒരുമിച്ച് മടങ്ങാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ലമീർ കൊടുത്തിട്ടുണ്ട്, ഫിഅൽ മുളാരി ജുംല. ഇവിടെ ഹിയ ലമീർ, അതിന്റെ ഫിഅൽ മുളാരി തദ്റുസു കേട്ടോ, ഈ തദ്റുസു ആണ്. തദ്റുസു ജമീല ഫിസ്സാബി, അത് ഈ സെന്റൻസ് മുഴുവനായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത് ഇവിടെ യഅ്മലൂന, അവൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താ വരിക, ഹുവ യഅ്മലു, ബാക്കി എന്താണ്, യഅ്മലു മുഹദ്ദിസൻ ഫി ശരിക്കത്തിൻ അമേരിക്കിയ കേട്ടോ, അത് ഇവിടെ എഴുതാം. ഓക്കെ, അടുത്ത അനയാണ് അല്ലേ. അന വരുമ്പോ എന്താ വരിക, അന ദ അജി ഉ വേണം കൊടുക്കാം കേട്ടോ, അജി ഉ കേട്ടോ, അജി ഉ ഞാൻ വരും കേട്ടോ. അന അജി ഉ ഇലൽ ബൈത്ത് ഫി ഷഹരി താലി എന്ന് എവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, രണ്ട്. ഓക്കെ, സിമ്പിൾ അല്ല പരിപാടി. അടുത്തത് എന്താണ്, നെർജിഉ എന്നുണ്ട്, നായുണ്ട്, അല്ലേ, നെർജിഉ ആണ്. അപ്പൊ ഇവിടെ ഏതാ വരിക, നെർജിഉ ആണെങ്കിൽ നഹ്നു ആണ് വരിക. എങ്ങനെ, നഹ്നു. അപ്പൊ ഈ നെർജിഉ എവിടെ വരും, 3 ഇവിടെ വരും കേട്ടോ, നെർജിഉ. പിന്നെ ഇവിടെ ഉരീദു എന്നാണ്, ഞാൻ, ഐ വാണ്ട്, ഞാൻ എന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക, ഞാൻ എന്നുള്ള ലമീർ അന അല്ലേ, ഉരീദു. അപ്പൊ എന്താ പറയാ, ഉരീദു അൻ അസൂറ എന്ന് ഇവിടെ എഴുതും. ഓക്കെ, 4 കേട്ടോ, ഉരീദു അൻ അസൂറ ദുബായ് എന്നും കൂടി ചേർക്കും. അടുത്തത് അസൂറ ദുബായ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ഇവിടെ വീണ്ടും തന്നെ അന തന്നെ, അന. ഓക്കെ, അന ഉരീദു. ഇവിടെ എന്താണ്, ഇവിടെ ഉരീദു 2 പ്രാവശ്യം ഉരീദു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുവാണെങ്കിൽ വേറെയും സെന്റൻസ് കൊടുക്കാം. ശരിയല്ലോ മക്കളെ. അടുത്ത 4ാമത്തെ പ്രവർത്തനം, നുലാഹിദിൽ ഫഖറ വ നുക്മിൽ കമാ ഫിൽ മിസാൽ. ഒരു പാരഗ്രാഫ് ഉണ്ട്, താഴെയുള്ള പാരന്നിട്ട് പൂരിപ്പിക്കുക. സാറത്ത് ജമീല മാ അഖീഹ ജാസിർ ഹദീഖത്തുൽ ഹയവാനാത്ത്. ജമീല തന്റെ കൂട്ടുകാരിയോടൊപ്പം, തന്റെ സഹോദരനോടൊപ്പം സൂ സന്ദർശിച്ചു. റാഅത്ത് ഫീഹ മുഖ്തലിൽ ഹയവാനാത്ത്, അവിടെ ധാരാളം മൃഗങ്ങൾ കണ്ടു. മിസ്ൽ ഖുറൂദ്, കുരങ്ങ്, വല്ലഫിയാൽ, ആന, ഹനാസിർ, ഈ പന്നികള്, വസറാഫ, ജിറാഫ്, ഖുയൂൽ. എന്താണ് ഖുയൂൽ എന്ന് വെച്ചാൽ എന്താ, കഴുത, അല്ലെങ്കിൽ ഇതൊന്നും പറയും ഖൈലിനെ, കുതിരയ്ക്കും പറയും. തഅജ്ജബത് മിൻ തൂലി സറാഫ, ആ സറാഫയുടെ നീളം കണ്ടിട്ട് അവൾക്ക് അത്ഭുതമായി. അപ്പൊ ജമാൽ താവൂസിന്റെ ഭംഗി. ലമസത് ജമീല ഉദനൽ ഫീൽ, ജമീല ആനയുടെ ചെവിയിൽ തൊട്ടു. അപ്പൊ ഇവിടെ എന്താണ്, ഖൈലും ജമ്മ ഖുയൂൽ. ഖിൻസീറും ജമ്മ എന്താ വരിക, ഖനാസീർ 1, അതിവിടെ എഴുതാം കേട്ടോ. ഖനാസീർ 1 എന്നല്ല എഴുതേണ്ടത്, ഖനാസീറിന് എഴുതണം. ഹയവാനാത്ത്, ഹയവാനാത്തിന്റെ ഹയവാൻ എന്നാണ്. എന്താണ്, ഹയവാൻ. ഓക്കെ, അടുത്ത ജമ്മ ഏതാ വരിക, അടുത്ത ജമ്മ ഇവിടെ അഫിയാലുണ്ട്. അപ്പൊ ഫീലും ജമ്മ അഫിയാൽ എന്ന് എഴുതണം. ഫീലും ജമ്മ അഫിയാൽ. അടുത്തതോ, അടുത്ത ഇവിടെ സറാഫത്തുൻ ജമ്മ സറാഫാത്ത്, സറാഫത്തുൻ ജമ്മ സറാഫാത്ത് എന്നും കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇതിലെ മുലാഫ് മുലാഫിലഹി ഇതാണ്. ജമാലു അത്വാവൂസ് അല്ലെ, ജമാൽ മുലാഫ്, ത്വാവൂസ് മുലാഫിലഹി. അതുപോലെ ഇവിടെ വേറെ ഉണ്ടല്ലോ, ഉസനൽ ഫീൽ അല്ലെ. അപ്പൊ ഉസൻ മുലാഫ്, ഇവിടെ ഉസന മുലാഫ്, ഫീലി മുലാഫിലഹി. ഓക്കെ, പിന്നെ അതാ വരിക, ഒരെണ്ണം കൂടി എഴുതണം.
ഇതിലുണ്ടാവും തൂലു സറാഫ അല്ലെ, തൂലു സറാഫ. അപ്പൊ തൂൽ എന്നവിടെ കൊടുക്കുക, അസ്സറാഫത്തി എന്ന് ഇവിടെയും കൊടുക്കും. ശരിയല്ലേ? ഓക്കെ. അടുത്ത നുഅദ്ദുൽ മുദക്കിറ, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ്. നബീൽ വലതുൽ യതീം, നബീൽ ഒരു യതീമായ കുട്ടിയാണ്. കാന ഉമ്മുഹു മൽജഅൻ വഹീദൻ ലഹു, ഉമ്മയായിരുന്ന അവനല്ല. മാതത് ഉമ്മുഹു ഖബല ശുഹൂർ, ഒരു വർഷം മുമ്പ് ഒരു മാസം മുമ്പ് ഉമ്മ മരിച്ചു. തദക്കർ നബീൽ ഉമ്മഹു, ഉമ്മയെ ഓർത്തു. ബദഅൻ യക്തുബു മുദക്കിറ, അവനൊരു മുദക്കിറയായി. ഇപ്പൊ എന്താ ഇതിന്റെ വഹീദൻ ലീ, ഏകം. തൂക്കലുനി മിനന്നൗ, എന്നെ ഉറക്കത്തെണീപ്പിക്കാൻ. ത്വആം, ഫുഡ്. തുസാഹിബിനി, എന്റെ കൂടെ ഇരിക്കും. മലാബിസുനി, എന്റെ വസ്ത്രം. അല ദിറാസ, സഹായിക്കും. മഖാമ അബി, വാപ്പിയുടെ സ്ഥാനം. തഗ്സിലു, കഴുകും. തുഹയ്യു, എനിക്ക് ഒരുക്കി തരും. തഖൂമു, നിൽക്കും. ഇവിടെ എന്താ പറയാ, കാന ഉമ്മി മൽജഅൻ അല്ലെ വഹീദൻ ലി, ആദ്യം ഇത് വരണം, മൽജഅൻ വഹീദൻ ലി. പിന്നെയാ സൂഖിദുനി മിനന്നൗം, അത് രണ്ടാമത് എഴുതാം. പിന്നെയാ തുസാഹിബുനി, എന്നെ സഹായിക്കും അല്ലെ, എന്റെ കൂടെ ഇരിക്കും അല്ലെ. പിന്നെയാ വ തഖൂമു, ഇവിടെ വാന്നിട, വ തഖൂമു, 4 നിൽക്കും. ആരായിട്ട്? മഖാമ അബീ, 5. വ തഖൂമു മഖാമ അബീ. പിന്നെന്ത് പറയണം? വ തുഹയ്യു, വ തുഹയ്യു 6. അത്ത്വാം 7. വ തുഹയ്യു അത്ത്വാം, എനിക്ക് ഫുഡ് റെഡിയാക്കി തരും. പിന്നെ വ തഗ്സിലു, വ തഗ്സിലു 7. എന്ത്? മലാബിസി 8 കേട്ടോ. അങ്ങനെ ഇതിലുള്ള വാക്കുകൾ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം. ഓക്കെ അല്ലേ? അടുത്തത് നുലാഹിദുൽ മൻദൂബ നുജീബ് അനിൽ അസ്ഇലത്താലി. ഇവിടെ ഒരു പദ്യം നൽകിയിട്ട് അത് വെച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. കുന്തു മാഷിൻ ഫിത്വരീഖ്, ഞാൻ വഴിയിലൂടെ നടക്കുകയായിരുന്നു. ഫൈദാ റജുലുൻ ഫക്കീർ, അപ്പോൾ ഒരു ഫക്കീറായ മനുഷ്യൻ. തഅബ ബിൽ ജൂഇ വുജൂഹൻ, അദ്ദേഹത്തിന് എന്താണ്, വിശപ്പ് കൊണ്ട് മുഖം ക്ഷീണിച്ചിട്ടുണ്ട്. വസഅലനി മിന ത്വആം, ഭക്ഷണം ചോദിച്ചു. ഫദക്കർതു ഖൗല ഉമ്മി, അപ്പോൾ ഉമ്മയുടെ വാക്ക് ഞാൻ ഓർത്തു. അന്നു ആതിഫ ഫക്കി ബിൽ ഫക്കീർ, ഫക്കീറിനോട് കരുണ കാണിക്കണം. ഇന്നഹു അമ്രു മിനല്ലാഹ്, അത് അള്ളാഹുവിന്റെ കൽബിയാണ്. വബിഹി അമലു റസൂൽ, വബിഹി അമില റസൂൽ, അത് പ്രകാരം നബി ചെയ്തിട്ടുണ്ട്. അപ്പൊ മാതാ റഅൽ വലതു ഫി ത്വരീഖ്, വഴി വെച്ച് വലത് എന്താണ് കണ്ടത്? ആരെ കണ്ടത്? റജുലുൻ ഫക്കീർ, 1. ഓക്കെ. കൈഫ കാന വജ്ഹുൽ ഫക്കീർ, വജ്ഹുൽ ഫക്കീർ എങ്ങനെയായിരുന്നു? തഅബ ബിൽ ജൂഇ വുജൂഹൻ, 2. മാതാ ത്വലബൽ ഫക്കീറു മിനൽ വലദ്, ഫക്കീർ വലദിനോട് എന്താ ചോദിച്ചത്? അത്ത്വാം അല്ലെ, ഭക്ഷണം, 3. ഓക്കെ. അടുത്തത് നുലാഹിദു സൂറ വനഖ്താറു സത്ര മുനാസിബ്, ഇവിടെ ഈ ചിത്രത്തിന് അനുയോജ്യമായ എന്ത് ചെയ്യണം? വരി വെക്കണം. ഇവിടെ എന്താണ്? ഉമ്മയെ ഓർക്കുകയാണ് അല്ലേ, ഉമ്മയെ ഓർക്കുകയാണ്. ആര്? ജാസിർ അല്ലേ? ആയിരിക്കും. അപ്പൊ നോക്കൂ, അല്ല വലത് ഓർക്കണം. അപ്പൊ എന്താ പറയാ? ഈ 2 വരി അല്ലേ, ഈ 2 വരിയാണ് 1. അതെവിടെ എടുക്കണം? ഇവിടെ എഴുതണം. ഓക്കെ. അടുത്തത് വഴി കൂടെ പോകുമ്പോൾ ഒരാളെ കണ്ടു എന്നല്ലേ, അപ്പൊ ഇതിൽ ആദ്യത്തെ ഈ വരി എഴുതണം. ഓക്കെ. ഏത് വരി? ഈ വരി എഴുതണം. ഈ വരി നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ? നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.